കുറ്റിക്കാട്ടൂരും പീച്ചിയിലും കൊല്ലത്തും പത്തനംതിട്ടയിലുമെല്ലാം പൊതുപ്രവർത്തകരെ പോലീസുകാർ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. എന്തുകൊണ്ടാണ് പോലീസുകാർ ഇങ്ങനെ ചെയ്യുന്നത്? ആരാണ് ഇവർക്ക് ലൈസൻസ് നൽകുന്നത്? നിയമം പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കാനാണ്. അതിൽ ആരെങ്കിലും കുഴപ്പങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനാണ് പോലീസിനെ ശമ്പളവും കൊടുത്ത് നമ്മൾ പൗരന്മാർ തീറ്റിപ്പോറ്റുന്നത്. ആ നമ്മുടെ തന്നെ നെഞ്ചത്തേക്ക് ചവിട്ടിക്കയറാൻ പോലീസിനുള്ള ഉറപ്പെന്താണ്, ബലമെന്താണ്, ധൈര്യം എന്താണ്? ഇത് ചോദ്യം ചെയ്യേണ്ടതാണ്. കേരളത്തിലെ 530 പോലീസ് സ്റ്റേഷനുകളിൽ CCTV ഉണ്ട്. ആ CCTVയുടെ ഒക്കെ വിശദാംശങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഓരോ പോലീസ് സ്റ്റേഷനിൽ നിന്നും ക്രൂരമായ ലോക്കപ്പ് മർദ്ദനത്തിന്റെ വിവരങ്ങൾ, ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പോലീസുകാരുടെ ട്രെയിനിങ് ഇങ്ങനെ തന്നെയാണോ എന്ന് നമ്മൾ സംശയിച്ചു പോകും. എന്തായാലും ഇത് അവസാനിപ്പിക്കേണ്ട കാര്യമാണ്. കേരളം ഇപ്പോൾ ഭരിക്കുന്നത് CPM-ഉം CPI-യും എല്ലാം ചേർന്നല്ലേ. പോലീസുകാരുടെ മർദ്ദനം എത്ര നേരിട്ടതാണ് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും പ്രവർത്തകരും. അതും കടന്ന് മുന്നോട്ട് വന്നല്ലേ ഇപ്പോൾ ഭരിക്കുന്നത്. എന്നിട്ടും എന്തേ ഇപ്പോഴത്തെ പോലീസ് മർദ്ദനം കാണുന്നില്ല? മർദ്ദനം ഏറ്റുവാങ്ങുന്നത് കോൺഗ്രസോ ലീഗോ CPI-യോ CPM-ഓ ആരുമായിക്കൊള്ളട്ടെ. പൊതുപ്രവർത്തകന്റെ, ഒരു സാധാരണ പൗരന്റെ മേൽ കുതിര കയറാനുള്ള അവകാശം പോലീസുകാർക്കില്ല എന്ന് പറയാൻ കഴിയണം. ആ ആർജവം ഭരണകൂടം കാണിക്കണം. നമസ്കാരം.